നാളെ ഖിയാമത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു കസേരയിടും. അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു ഇരിപ്പിടമുണ്ടാകും, ഒരു കുർസി. അതിൽ ഞാൻ ഉപവിഷ്ടനാകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹായ ഹദീസാണ്. ഖൽബുള്ളവൻ ഉരുകേണ്ടതാണ്. ആ മഹത്വത്തിന്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കേണ്ടതാണ്. ആ മഹത്വത്തിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കേണ്ടതാണ്. നാളെ അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു ഇരിപ്പിടം നൽകപ്പെടും. ഞാൻ ആ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാകും. അർശിന്റെ വലതുഭാഗത്തൊരു കുർസിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നാളെ അല്ലാഹുവിന്റെ അർശിന്റെ അടുക്കലുള്ള ഉന്നതമായ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാകേണ്ട പുണ്യനബിയെക്കുറിച്ച് ജീവിതത്തിൽ ഓർക്കുമ്പോഴോ നഫസീൽ ഹേ നമഹൽ സറാ, കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു കോട്ടയും ഉണ്ടായിരുന്നില്ല, ഒരു രമ്യഹർമ്മത്തിലും പാർത്തിട്ടില്ല. അങ്ങയുടെ ഇരിപ്പിടം, അങ്ങയുടെ കിടപ്പറയിലെ പായ ആ പരുപരുത്ത ഈത്തപ്പന ഓല തന്നെയല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങയുടെ ശരീരത്തിൽ ആ പരുപരുത്ത ഈത്തപ്പനയോലയുടെ പുണ്യദേഹത്തിൽ പാടുകൾ വീണില്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? സൂര്യനിലും ചന്ദ്രനിലും തിളങ്ങുന്നത് അങ്ങയുടെ വെളിച്ചം, കരയിലും കടലിലും അങ്ങ് സൃഷ്ടിച്ച പ്രകാശം. അങ്ങയോടെ പ്രവാചകത്വവും അവസാനിച്ചു. അങ്ങയെപ്പോലെ മറ്റൊരാളുമില്ല. അങ്ങയെ പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും ആരെ കൊണ്ട് കഴിയും നബിയേ? സല്ലൂ അലൈഹി വആലിഹി, സല്ലൂ അലൈഹി വആലിഹി.